നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പ് അതിൻ്റെ ഗ്രൂപ്പ് ഘട്ടം ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ പോവുകയാണല്ലേ. റൗണ്ട് ഓഫ് 32 അത് നോക്കൗട്ട് സ്റ്റേജിലേക്കുള്ള മത്സരക്രമങ്ങളൊക്കെയായി ഏതൊക്കെ ടീമുകൾ, പ്രധാന ടീമുകൾ, അവരുടെ എതിരാളികൾ, അതൊക്കെ ആയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ നടന്ന ചില പോരാട്ടങ്ങൾ റൗണ്ട് ഓഫ് 32 ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും. ആദ്യ മത്സരം നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയും കാനഡയും തമ്മിലുള്ള പോരാട്ടമാണല്ലോ റൗണ്ട് ഓഫ് 32 നടക്കുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന ഒരുപടി മത്സരങ്ങൾ, അതിൻ്റെ ഫലം വലിയ രീതിയിൽ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് ബാധിച്ചോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ചില ടീമുകളുടെയൊക്കെ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. എതിരാളികളിലൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നടന്നൊരു പോരാട്ടം ഇംഗ്ലണ്ടും പനാമയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് മികച്ച പ്രകടനത്തോടെ ഗ്രൂപ്പ് എല്ലിൽ ചാമ്പ്യന്മാരായിട്ടാണ് അവർ ഈ നോക്കൗട്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. 58-72 മിനിറ്റുകളിൽ ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നുമാണ് ഗോളുകൾ നേടിയത്. അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ കാര്യം. ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു സമനില പാലിക്കുന്നു, പിന്നീട് ഒരു വിജയം സ്വന്തമാക്കുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ, അതായത് താരതമ്യേന ചെറിയ ടീമുകളൊക്കെ ഓപ്പോണൻ്റായിട്ട് കിട്ടണമെങ്കിൽ അത് ഒരു മികച്ച വിജയം നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിൽ അനിവാര്യമായ 3 പോയിൻ്റ് തന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബെല്ലിംഗ്ഹാമും ഒപ്പം ഹാരി കെയ്നും രണ്ടുപേരും മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയത് ടീമിന് വലിയ രീതിയിൽ ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരുവരും ഗോൾ നേടി. രണ്ടാം പകുതിയിലാണ് ഈ ഗോളുകളൊക്കെ നേടിയത്. അപ്പോൾ അത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ഇന്നലത്തെ മറ്റൊരു പോരാട്ടം ക്രൊയേഷ്യയും ഘാനയും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. ക്രൊയേഷ്യയുടെ ഒരു നിർണായകമായ വിജയം തന്നെ എന്ന് പറയാം. 31, 73, 83 മിനിറ്റുകളിലാണ് മത്സരത്തിൽ ഗോളുകൾ പിറന്നത്. 31-ാം മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി പെറ്റാർ സൂക്ഷിച്ച് ഗോൾ നേടി. 73-ാം മിനിറ്റിൽ ഡെറിക് ലൂക്കാസൻ ഘാനയ്ക്ക് വേണ്ടി സമനില ഗോൾ നേടി. എന്നാൽ 83-ാം മിനിറ്റിൽ നിക്കോളോ വ്ലാഷിച്ച് മത്സരം ക്രൊയേഷ്യയുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിനുള്ള വിജയ ഗോൾ നേടുന്നു. ഈ വിജയത്തോടെ ക്രൊയേഷ്യ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് എത്തിയത്. ഘാന തോറ്റെങ്കിലും മികച്ച 3ാം സ്ഥാനക്കാരായിട്ട് അവരും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രൊയേഷ്യയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള എതിരാളി, അതുകൊണ്ട് ഒരു ടീം എത്തിയിട്ടുണ്ട്. ക്രൊയേഷ്യയുടെ എതിരാളികൾ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. കാരണം ആ എതിരാളിയുടെ മത്സരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഇനി നടക്കുന്ന മറ്റൊരു മത്സരം കൊളംബിയയും പോർച്ചുഗലും തമ്മിൽ, അതായത് ഗോൾ രഹിത സമനിലയിൽ കലാശിച്ച ഒരു മത്സരമായിരുന്നു. ഗ്രൂപ്പ് കെയിലെ 1ാം സ്ഥാനത്തിലുള്ള പോരാട്ടം ആയിരുന്നു ഈ നടന്നത്. കൊളംബിയയുടെ മികച്ച പ്രതിരോധവും പോർച്ചുഗലിൻ്റെ ആക്രമണവും തമ്മിലുള്ളൊരു പോരാട്ടം തന്നെയായിരുന്നു ഈ മത്സരം എന്ന് പറയാം. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മികച്ച പ്രകടനങ്ങൾ മത്സരത്തിലുടനീളം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. സമനിലയിലായതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് കൊളംബിയ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. പോർച്ചുഗൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, ക്രൊയേഷ്യയുടെ കാര്യം. ക്രൊയേഷ്യയുടെ എതിരാളികൾ ആരെന്ന് ചോദിച്ചാൽ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൊളംബിയ പോർച്ചുഗൽ മത്സരത്തിൽ കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതോടുകൂടി തന്നെ പോർച്ചുഗൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. 2ാം സ്ഥാനത്തേതുകൊണ്ട് തന്നെ അവരുടെ എതിരാളി ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ ഒരു എതിരാളിയായി പോർച്ചുഗലിന് കിട്ടുന്നു എന്നുള്ളതാണ്. താരതമ്യേന മികച്ച പോരാട്ടം തന്നെ നടക്കേണ്ട ഒരു മത്സരം തന്നെയായിരിക്കും കൊളംബിയ പോർച്ചുഗൽ പോരാട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്ന മറ്റൊരു കാര്യം, ഇതിനോടൊപ്പം തന്നെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായൊരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്നലത്തെ പ്രകടനം തന്നെയായിരുന്നു. പലപ്പോഴും ക്രിസ്ത്യാനോയുടെ നിഴൽ മാത്രമായി കളിക്കുന്നൊരു സാഹചര്യം കാണാനായി എന്നുള്ളതാണ്. അപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ഇതിനോടകം ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ ഗോൾ നേടിയതോടുകൂടി ആരാധകർക്ക് വളരെ വലിയ ആവേശത്തിലായിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം വീണ്ടും ആദ്യ കളിയിലെ ആ ഒരു ഫോമിലേക്ക് ക്രിസ്ത്യാനോ പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ എന്തായാലും ഉയരുന്നുണ്ട്. പക്ഷേ ക്രൊയേഷ്യക്കെതിരെ മത്സരത്തിൽ ക്രിസ്ത്യാനോ ശക്തമായി തിരിച്ചു വരും എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർ ഒക്കെയുള്ളത്. ഇന്നലെ മറ്റൊരു മത്സരമുള്ളത് കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളൊരു മത്സരമായിരുന്നു. 3-1 കോങ്കോ ആ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി. 10, 52, 76 പിന്നെ 90 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു അധിക സമയത്താണ് ഗോൾ വീഴുന്നത്. അങ്ങനെ ആകെ മത്സരത്തിൽ 4 ഗോളുകളാണ് പിറന്നത് എന്നുള്ളതാണ്. പിന്നിൽ നിന്ന് ശേഷം നടത്തിയ തകർപ്പൻ തിരിച്ചുവരവാണ് കോങ്കോയെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇംഗ്ലണ്ടാണ് കോങ്കോയുടെ എതിരാളികളായി വരുന്നത്. ഈ ഒരു റൗണ്ട് ഓഫ് 32 എതിരാളികൾ ഇംഗ്ലണ്ടാണ് വരുന്നത്. ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിൻറ്റുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ വിജയമൊന്നും നേടാനാവാതെ അവർ പുറത്താവുന്ന ഒരു സാഹചര്യവും എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അർജൻറ്റീന ജോർദാൻ പോരാട്ടമായിരുന്നു ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ മത്സരം താരതമ്യേന വലിയ ഇമ്പോർട്ടൻ്റായ മത്സരമായിരുന്നില്ല. കാരണം ഓൾറെഡി 2 വിജയം സ്വന്തമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാർ എന്ന സ്ഥാനം അവർ ഉറപ്പിച്ച് റൗണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പിച്ചതാണ്.
അതുകൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്ക് ഇന്നലെ ഒരു പരീക്ഷണത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു. നമ്മൾ ഇന്നലെ നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അർജൻറ്റീന വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മെസ്സി അടക്കമുള്ള താരങ്ങൾക്ക് വിശ്രമം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നലത്തെ പ്ലേയിങ് 11 എന്ന് പറയാം. കാരണം 2, 3, 4 താരങ്ങൾ ഒഴികെ ബാക്കിയുള്ള താരങ്ങൾക്കൊക്കെ ഇന്നലെ വിശ്രമം അനുവദിച്ചുകൊണ്ട് ഒരു ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനായിരുന്നു ഇന്നലെ സ്കാലോണി തീരുമാനിച്ചത് എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ ബെഞ്ചിലുണ്ടായിരുന്ന ഒരുപിടി താരങ്ങൾ, അതിൽ പല താരങ്ങൾ ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന താരങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനിറങ്ങിയ സ്കാലോണിക്ക് അതും വളരെ മികച്ച രീതിയിൽ തൻ്റെ പരീക്ഷണങ്ങൾ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ കളിച്ചു എന്ന് പറയാൻ സാധിക്കും. അർജൻറ്റീന അങ്ങനെ 3 ഗോളുകൾക്ക് 3-1 വിജയമാണ് അർജൻറ്റീന സ്വന്തമാക്കിയത്. അർജൻറ്റീന ഇതുവരെ 5 ഗോളുകളാണ് ഈ ടൂർണമെൻറ്റിൽ ഇന്നലത്തെ മത്സരത്തിന് മുൻപ് വരെ നേടുന്നത്. ഈ 5 ഗോളുകളും നേടിയത് മെസ്സി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു, മെസ്സി മാത്രമേ ഗോൾ നേടുന്നുള്ളൂ, മറ്റൊരു താരങ്ങളാരും ഗോൾ നേടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നലെ എന്തായാലും അതിനും ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2-1 അർജൻറ്റീന ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് മത്സരത്തിൻ്റെ 66-ാം മിനിറ്റിൽ ലയണൽ മെസ്സി കളത്തിലേക്ക് വരുന്നത്. പിന്നീട് മെസ്സിയുടെ കാലിൽ നിന്നും കൂടി ഒരു ഫ്രീ കിക്ക് ഗോൾ പിറന്നതോടുകൂടി അതങ്ങ് പൂർത്തിയായി. ഗോൾ വേട്ട എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം മെസ്സി അങ്ങനെ 6 ഗോളുകൾ ഈ ലോകകപ്പിൽ ഇതുവരെ നേടിയിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം, തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോളുകൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡും ലയണൽ മെസ്സി തൻ്റെ മേലിൽ എഴുതി കുറിച്ചിട്ടുണ്ട്. അതായത് ഓരോ മത്സരത്തിലും ഗോളുകൾ നേടുമ്പോൾ അല്ലെങ്കിൽ മത്സരം പൂർത്തിയാക്കുമ്പോൾ മെസ്സി ഓരോ കാര്യം തൻ്റെ പേരിൽ, ഓരോ റെക്കോർഡുകൾ തൻ്റെ പേരിൽ ഇങ്ങനെ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിലവിലുള്ള പല റെക്കോർഡുകൾ ഇങ്ങനെ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന നിലയിലേക്ക് 18 ഗോളുകളുമായി ക്ലോസയെ മറികടന്നുകൊണ്ട് മെസ്സി എത്തുന്നു. ഇപ്പോൾ അതിൽ നിന്നൊരു ഗോളുകൂടി 19 ഗോളായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒപ്പം ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മെസ്സി 6 ഗോളുകളുമായി മുന്നിലുണ്ട്. പിന്നിലുള്ള എംബാപ്പയും ഡെംബാലയും 4 ഗോളുകൾ വീതമാണുള്ളത്. അങ്ങനെ ആ ഒരു പോരാട്ടവും ശക്തമായി നടക്കുന്നുണ്ട്. ഗോൾ വേട്ടയുടെ പോരാട്ടം നടക്കാം എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പിന്നീട് നടന്ന മറ്റൊരു മത്സരം അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലൊരു മത്സരമായിരുന്നു. ഓസ്ട്രിയ 2 തവണ ഗോളുകൾ ലീഡ് നേടിയതിന് ശേഷം ഒരു മത്സരം സമനിലയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 2 തവണ ഓസ്ട്രിയ ലീഡ് നേടി, 2 തവണയും അൾജീരിയ തിരിച്ചടിച്ചു. ഒപ്പം അൾജീരിയ വിജയം ഉറപ്പിച്ചു എന്ന ഘട്ടം, അതായത് 90 മിനിറ്റിന് ശേഷമുള്ള ഇഞ്ചുറി ടൈം 94-ാം മിനിറ്റിൽ ഗോൾ നേടി റിയാദ് മഹ്റസ് ഗോൾ നേടിയതോടെ അൾജീരിയ വിജയം ഉറപ്പിച്ചു. കാരണം 3-2 എന്നൊരു സ്കോറിലേക്ക് മത്സരം എത്തി. അവസാനം ഇനി 1 മിനിറ്റ് കൂടി മാത്രമേ മത്സരം അവസാനിക്കാനുള്ളൂ. എന്നാൽ ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഓസ്ട്രിയ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. സാഷ കലാസ്ഡിസിച്ചിൻ്റെ കാലിൽ നിന്നൊരു ഗോൾ വീണ് അങ്ങനെ മത്സരം 3-3 എന്നൊരു സ്കോറിലേക്ക് എത്തുന്നു. അതായത് 90 മിനിറ്റ് അതേ ടൈം ആയപ്പോൾ തന്നെ, ഇഞ്ചുറി ടൈമിലേക്ക് പോയപ്പോൾ തന്നെ മത്സരം 2-2 സമനില ഉറപ്പിച്ച മത്സരം. അവിടെ ഇഞ്ചുറി ടൈമിലൊരു ഗോളിലൂടെ അൾജീരിയ മുന്നിലെത്തുന്നു. അതിന് ഓസ്ട്രിയയുടെ വക ഒരു തിരിച്ചടി. അങ്ങനെ വീണ്ടും അത് മത്സരം സമനിലയിൽ കലാശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമനിലയോട് ഓസ്ട്രിയ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായിട്ട് സ്പെയിനെയാണ് നേരിടുക. ഇതിലേക്ക് റൗണ്ട് ഓഫ് 32 പോകുമ്പോൾ സ്പെയിനെ നേരിടും. അൾജീരിയ മികച്ച 3ാം സ്ഥാനക്കാരായിട്ട് അവർ സ്വിറ്റ്സർലൻഡിനെ നേരിടും എന്നുള്ളതാണ്. ഇറാൻ ഗോളിൻ്റെ വ്യത്യാസത്തിൽ ഇറാൻ എന്തായാലും പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങളുടെ കാര്യം. ഇനി മത്സരങ്ങൾ അങ്ങോട്ട് കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി നോക്കൗട്ട് സ്റ്റേജാണ്. തോറ്റാൽ പുറത്ത് എന്നുള്ളതാണ്. ഇതുവരെ തോറ്റാൽ അത് ഗ്രൂപ്പാണ്. അതുകൊണ്ട് മറ്റു മത്സരങ്ങളുണ്ട്. അതിൻ്റെ സ്കോർ നിലയും അല്ലെങ്കിൽ അതിലെ പ്രകടനങ്ങളും ഗോൾ ശരാശരിയും ഒക്കെ വെച്ചിട്ടായിരുന്നു അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു കടമ്പ എങ്കിൽ ഇനി അങ്ങോട്ട് നോക്കൗട്ടാണ്. ജയിച്ചാൽ മുന്നിലേക്ക് പോവാം, തോറ്റാൽ പുറത്തേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി ഈ നോക്കൗട്ട് മത്സരങ്ങൾ റൗണ്ട് ഓഫ് 32 ആരംഭിക്കും. 32 ടീമുകൾ, അതായത് 48-ൽ നിന്നും 32 ടീമുകളായിട്ട് ലോകകപ്പ് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ആ 32-ൽ നിന്ന് 16-ഉം 8-ഉം 4-ഉം 2-ഉം 1-ഉം ആയി മാറുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. തോറ്റാൽ പുറത്തേക്കുള്ള വഴി അങ്ങ് തുറക്കും. ഇന്നിനിയപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ നേരിടുന്ന ദക്ഷിണാഫ്രിക്കയും കാനഡയും തമ്മിലൊരു പോരാട്ടമാണ് ഈ നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യത്തെ ആ ഒരു മത്സരമായി വരുന്നത്. നാളത്തെ മത്സരം വരുന്നത് ബ്രസീലും ജപ്പാനും തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. ജർമ്മനിയും പരഗ്വേയും തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. നെതർലൻഡ്സും മൊറോക്കോയും തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ. ഇന്നും നാളെയുമായി നടക്കേണ്ട മത്സരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അർജൻറ്റീനയുടെ മത്സരം വരാനുണ്ട്, സ്പെയിനിൻ്റെ മത്സരങ്ങൾ വരാനുണ്ട്, ഇംഗ്ലണ്ടിൻ്റെ, ക്രൊയേഷ്യ, അങ്ങനെ എല്ലാ ടീമുകളുടെയും മത്സരങ്ങൾ, പ്രധാന ടീമുകളുടെയൊക്കെ മത്സരങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഈ താരതമ്യേന ചെറിയ ടീമുകളൊക്കെയാണ് വലിയ ടീമുകൾക്ക്, അതായത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തിയ ടീമുകൾക്കൊക്കെ
താരതമ്യേന ചെറിയ ടീമുകളൊക്കെയാണ് തങ്ങളുടെ എതിരാളികളായി കിട്ടിയിരിക്കുന്നത്. എന്നാൽ താരതമ്യേന ചെറുത് എന്ന് പറയുമ്പോഴും അവരെ ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളുടെ പോരാട്ടത്തിനും കൂടി എന്തായാലും ഈ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ഇപ്പോൾ അർജൻറ്റീനയുടെ എതിരാളിയായിട്ട് വരുന്നത് ക്യാബോവെർഡെയാണ്. അവരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ ലോകകപ്പിൽ ഇതൊരു തോൽവി അറിയാത്തൊരു ടീമാണ്. പക്ഷേ ജയിച്ചിട്ടില്ലെങ്കിൽ പോലും എല്ലാ മത്സരവും സമനിലയിലാക്കിയതിന് ശേഷമാണ്, അതായത് തുടർച്ചയായി 3 സമനിലകൾ നേടിക്കൊണ്ടാണ് അവർ ഈ റൗണ്ട് ഓഫ് 32ലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിൽ വലിയ ടീമുകളെ അടക്കം അവർ വരച്ച വരയിൽ നിർത്തിയിട്ടാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയം. ഇപ്പോൾ സ്പെയിൻ അടക്കമുള്ള ടീമുകളെ വരച്ച വരയിൽ നിർത്തിയിട്ടാണ് അവർ വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് മത്സരങ്ങൾ കടുക്കുമ്പോൾ ആവേശവും കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് എന്താണ് ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലെയും അല്ലെങ്കിൽ ഇന്നലെ നടന്ന മത്സരങ്ങളുടെ ഇനി നടക്കാൻ പോകുന്ന ഇന്നത്തെ നടത്തിയ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളിൽ മത്സരം കൂടുതൽ കടുക്കും, ആവേശം കുറച്ചുകൂടി കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റ് അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഇസ് എം നിഖിൽ കുമാർ.